പ്രകാരം തന്നെ വിമർശനങ്ങളും ആക്ഷേപങ്ങളും അതുപോലെ തന്നെ കല്ലേറുകളും പലതും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പക്ഷേ അവിടെ പതറാതെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിടിച്ചു നിന്നത് പരിശുദ്ധമായ ഖുർആൻ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങയുടെ ഏറ്റവും സൽസ്വഭാവമാണ്, അങ്ങയുടെ പെരുമാറ്റമാണ്, ജനങ്ങളോടുള്ള അങ്ങയുടെ സമീപനവും സംസാരവുമാണ് അങ്ങയെ മനോഹരമായിട്ട് ആരുടെ മുമ്പിലും വഷളാക്കാതെ എല്ലാവരുടെയും മുമ്പിലും ഒരു നേതാവായിട്ട് അങ്ങയെ പ്രതിഷ്ഠിച്ചത് എന്ന് പരിശുദ്ധമായ ഖുർആന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ മനുഷ്യരായ നമ്മുടെ ഏറ്റവും വലിയ ജീവിത മാതൃക അതായിരിക്കണം. ആ ഒരു മാതൃകയോടുകൂടെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ കാലങ്ങൾ എത്ര പുതുതായാലും കാലങ്ങൾ പഴമയിലേക്ക് പോയാലും ഒരിക്കലും നമ്മൾ സമൂഹത്തിൽ നിന്ന് ഔട്ട്ഡേറ്റഡ് ആയി പോകുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു അവസ്ഥ ഉണ്ടാവുകയില്ല എന്നുള്ളത് തീർച്ചയാണ്. പലപ്പോഴും എൻ്റെ ആദർശം, എൻ്റെ ചിന്തകളെ, എൻ്റെ വിചാരങ്ങളെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമോ എന്ന് വിചാരിച്ച് പലപ്പോഴും ഞാൻ അകന്നു നിന്നേക്കാം. പക്ഷേ എൻ്റെ വിചാരങ്ങൾ, എൻ്റെ സംസാരങ്ങൾ ഞാൻ സംവദിക്കുമ്പോഴാണ് അതിനെ ഉൾക്കൊള്ളാനുള്ള ആളുകൾ എൻ്റെ മുമ്പിലുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതിലൂടെയാണ് നമ്മുടെ ബന്ധങ്ങൾ സുദൃഢമാകുന്നത് എന്നുള്ളതാണ് ഈ സാഹിത്യോത്സവം നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. ആയതിനാൽ ഈ ഒരു മഹത്തായ അവസരത്തിന്, ഈ ഒരു നല്ലൊരു സായാഹ്നത്തിന് നമുക്ക് പരിശുദ്ധമായ ഖുർആനെ നമ്മെ ഓർമ്മപ്പെടുത്തിയത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മളോട് പറഞ്ഞു വെച്ചത് ബന്ധങ്ങൾ അത് സുദൃഢമാണ്. അത് ബന്ധങ്ങളെ നിങ്ങൾ ഒരിക്കലും നശിപ്പിച്ചു കളയരുത്. ആ ബന്ധങ്ങൾ സൂക്ഷിക്കാനുള്ള ഏറ്റവും വലിയ ഒരു കഴിവാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ടൂളാണ് നിങ്ങളുടെ സംസാരം എന്നുള്ളത്. നിങ്ങളുടെ സംസാരത്തിന്റെ സ്ലാങ് അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരത്തിന്റെ ഗതി ഏത് രീതിയിലാണോ അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ബന്ധങ്ങൾ അടുക്കുന്നതും വിദൂരമാകുന്നത് എന്നുള്ളത് നമ്മൾ ഇതിനോടുകൂടെ ചേർത്ത് വായിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു സാഹിത്യോത്സവത്തിന് എന്തിനു വേണ്ടിയിട്ടാണ് ഇത്ര മഹത്തായ, ഇത്ര വലിയ ഒരു പ്രമേയവുമായിട്ട് ഈ സാഹിത്യോത്സവം നടത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് ഫ്രീഡം ടു എക്സ്പ്രഷൻ നമ്മൾ പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെന്റൽ റൈറ്റില് ഓരോ പൗരനും അവന് അവകാശപ്പെട്ടതാണ്.